പ്രതീക്ഷ കൂടി ബി പങ്കുവെക്കുകയാണ്. കാരണം 50 സീറ്റുകളിൽ ഇപ്പോൾ BJP മുന്നിട്ട് നിൽക്കുകയോ വിജയിക്കുകയോ ചെയ്തിട്ടുണ്ട് എന്നതാണ് തിരുവനന്തപുരത്തെ പല പ്രധാനപ്പെട്ട ശക്തി കേന്ദ്രങ്ങളിലും അത് പിടിക്കാൻ BJPക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോഴത്തെ ഈ പുതിയ കണക്കൊക്കെ വരുമ്പോൾ അത് ചെട്ടിവിളാകം എസ്റ്റേറ്റ്, നേമം, പൊന്നുമംഗലം, മേലാങ്കോടും, മനക്കാട്, ശ്രീകണ്ഠേശ്വരം അങ്ങനെ ഈ പ്രദേശങ്ങളിലൊക്കെ BJPക്ക് അത് കിട്ടാനുള്ള ഒരു സാഹചര്യം ഉണ്ടായി. ഒപ്പം ഒരു കാര്യം ചേർക്കാനുള്ളത് കോഴിക്കോട് കോർപ്പറേഷനും ഇടതുപക്ഷത്തെ കൈവിടുകയാണോ കൈ പിടിക്കുകയാണോ UDFിൻ്റേത് എന്ന സംശയമാണ് ഇപ്പോൾ ഉണ്ടാകുന്നത്. അതായത് കോഴിക്കോട് കോർപ്പറേഷനിൽ ഇതുവരെയുള്ള കണക്കുകൾ പുറത്തു വരുമ്പോൾ അവിടെ ഇടതുപക്ഷം ഇഞ്ചോടിഞ്ച് എങ്കിലും പോരാടി മുന്നിൽ നിൽക്കുകയായിരുന്നുവെങ്കിൽ ഇപ്പോഴത് മറികടക്കുന്നു എന്നുള്ളതാണ്. ഇതാ കോഴിക്കോട് 30 എന്ന നിലയിലേക്ക് അതായത് ഫോട്ടോ ഫിനിഷിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. അവിടെ കോഴിക്കോട് ഭരണത്തിലേറുന്നതിന് വേണ്ട ആ മാന്ത്രിക സംഖ്യയിലേക്ക് ആർക്കും എത്തിപ്പെടാൻ സാധിക്കില്ല എന്ന് വേണം ഇപ്പോഴത്തെ ഈ ഡേറ്റകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത്. എന്തുകൊണ്ട്? അതായത് നിലവിലെ സാഹചര്യത്തിൽ കോഴിക്കോട് നിലവിൽ 38 സീറ്റുകളിൽ വിജയിച്ചാൽ മാത്രമാണ് ഒരു മുന്നണിക്ക് അധികാരത്തിലേക്ക് ഏറാൻ സാധിക്കുകയുള്ളൂ. അവിടെയാണ് 30 എന്ന നിലയിൽ ഇഞ്ചോടിഞ്ച് എന്ന നിലയിലേക്ക് സാഹചര്യം എത്തുന്നത്. ഇതുവരെയുള്ള റിസൾട്ടുകൾ വരുമ്പോൾ കോഴിക്കോട് മാത്രമായിരുന്നു ഇടതുപക്ഷത്തിന് ആശ്വസിക്കാൻ പറ്റുന്ന ഒരു കോർപ്പറേഷൻ. അവിടെയാണോ? അതെ, തിരുവനന്തപുരത്തേക്ക് ശ്രദ്ധിക്കണം. തിരുവനന്തപുരത്ത് അല്പസമയത്തിനകം പ്രധാനപ്പെട്ട പ്രതികരണങ്ങൾ വരും. BJP സംസ്ഥാന അധ്യക്ഷന്റെ അടക്കമുള്ള പ്രതികരണങ്ങൾ വരും. എന്താണ് തിരുവനന്തപുരത്ത്, എങ്ങനെയാണ് BJP ഇത്രയ്ക്ക് സ്വാധീനം ഉണ്ടാക്കിയെടുത്തത്? പ്രധാനപ്പെട്ട കീ പ്രദേശങ്ങൾ BJPക്ക് ഒപ്പം നിന്നതിന്റെ സൂചന എന്താണ്? അത് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലസൂചനയാണോ? ശ്രീലേഖ ജയിച്ചിരിക്കുന്നത് ശാസ്തമംഗലത്ത് നിന്ന് മധ്യവർഗ വോട്ടർമാരിൽ NDA കൂടുതൽ സ്വാധീനം ചെലുത്തുന്നു എന്നൊരു സൂചന അവിടെ ഉണ്ടോ? ചെട്ടിവിളാകത്തും NDA നേടിയത്. തീരപ്രദേശത്തുള്ള സ്ഥലങ്ങളിൽ BJPയുടെ ശക്തി വർദ്ധിച്ചിരിക്കുന്നു. മത്സ്യത്തൊഴിലാളി സമൂഹം കൂടെ നിന്ന് തുടങ്ങുന്നു. അങ്ങനെ ഒരു സൂചന അവിടെ